വലിയൊരു പോരാട്ടമാണ്. രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ജനാധിപത്യം സംരക്ഷിക്കുവാനുള്ള അതിനുള്ള പോരാട്ടം എന്തു വില കൊടുത്തും ചെറുത്ത് തോൽപ്പിക്കും. കാരണം ഇതാണ് ഇന്ത്യ എന്നുള്ള ആ സങ്കല്പം രൂപപ്പെട്ടിരിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൽ ഭരണഘടനയിൽ കൂടിയാണ്. പക്ഷെ ഇവിടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യുന്നു. അതിനുള്ള സംവിധാനം ഒരുക്കിയാണ് ഈ ഭരണകൂടം. അറസ്റ്റ് കൊണ്ടോ ഭീഷണി കൊണ്ടോ കേസ് കൊണ്ടോ ഒരിക്കലും ഒരു സമരത്തെ ഒതുക്കാൻ പറ്റത്തില്ല. നീ എന്നെ ചവിട്ടി മെതിക്കുമ്പോഴൊക്കെയും നിന്നിലും മീതെ ഉയർന്നിടുന്നു ഞാൻ എന്നൊരു മുദ്രാവാക്യമുണ്ട്. ചവിട്ടി മെതിക്കുമ്പോൾ കൂടുതൽ ഉയർത്തെഴുന്നേക്കും. ഈ സമരം പരാജയപ്പെട്ടാൽ പിന്നെ ഇന്ത്യയിൽ ജനാധിപത്യമില്ല. ഈ സമരം പരാജയപ്പെട്ടാൽ ഇന്ത്യയുടെ ഭരണഘടന പിച്ചു ചീന്തി അവർ വലിച്ചെറിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹിറ്റ്ലറും മുസോളിനിയും സ്റ്റാലിന്റെ പട്ടികയിൽ ഇപ്പോൾ ഇതാ നരേന്ദ്രമോദി കൂടി വന്നിരിക്കുന്നു. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ ഈ സമരത്തെ പിന്തുണയ്ക്കും. ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ സമരത്തെ പിന്തുണയ്ക്കും.